വശ്യേറിയ പ്രചാരണത്തിനൊടുവിൽ തമിഴ്നാടും പശ്ചിമ ബംഗാളും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അല്പസമയം മുൻപാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി 234 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ്. വലിയ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 20 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ വലിയ നിരയൊന്നുമില്ല. അത്യാവശ്യം ആളുകൾ വന്ന് വോട്ട് ചെയ്ത് വളരെ ഫ്രീ ആയി തന്നെ പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. 234 മണ്ഡലങ്ങൾ നമുക്കറിയാം. എന്തായാലും എല്ലായിടങ്ങളിലും വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിലൊന്നും പ്രാഥമിക ഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ രീതിയിലുള്ള ടെക്നിക്കൽ സാങ്കേതിക പ്രശ്നങ്ങൾ പോലും ഇല്ലാതെ എന്തായാലും വോട്ടിംഗ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 9 മണിയോടുകൂടി ആദ്യ അപ്ഡേറ്റ് വരും. വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ ആദ്യ അപ്ഡേറ്റ് അതെങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. 2 മണിക്കൂറിലൊരിക്കൽ അപ്ഡേറ്റ് തരും എന്നുള്ളതാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ അല്ലെങ്കിൽ ഒരു നിർണായക തിരഞ്ഞെടുപ്പാണ് തമിഴ്നാടിനെ സംബന്ധിച്ച്. അത് അണ്ണാ ഡി എം കെയെ സംബന്ധിച്ചാണെങ്കിലും ഡി എം കെ സഖ്യത്തിനെ സംബന്ധിച്ചാണെങ്കിലും ടി വി കെയെ സംബന്ധിച്ചാണെങ്കിലും ടി വി കെയുടെ ഒരു വരവ് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എത്രത്തോളമാണ് ഇപ്പോൾ പുതുച്ചേരി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവിടെ 90% മുകളിൽ പോൾ ചെയ്യപ്പെട്ടത് അത് ടി വി കെ എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വിജയ് അവകാശപ്പെടുന്നുണ്ട്. സമാനമായ രീതിയിൽ തമിഴ്നാട്ടിലെ പോളിംഗ് പെർസെൻറ്റേജ് മുതൽ ആ ഒരു അവകാശവാദം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വിജയ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് പുതുച്ചേരിയെ കൃത്യമായി കോട്ട് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും എന്തായാലും ടി വി കെയുടെ ഒരു അവകാശവാദം എന്നുള്ളതാണ്. ഈ പറഞ്ഞ രീതിയിൽ ഒരു വലിയ മോക്ക് പോളിംഗ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിജയ് പോകുന്ന ഇടങ്ങളിലൊക്കെ വരുന്ന ഒരു കൂട്ടം അങ്ങനെ ഒരു മോക്ക് പോളിംഗ് നടന്നാൽ എന്തായാലും സ്വാഭാവികമായും ഫലങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അനാലിസിസിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. എന്തായാലും വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പാണ് തമിഴ്നാടിനെ സംബന്ധിച്ച്. സ്റ്റാലിനെ സംബന്ധിച്ച് ഡി എം കെയെ സംബന്ധിച്ച് DMK 2.0 ചരിത്രത്തിലില്ലാത്തൊരു തുടർ ഭരണം അത് നേടിയെടുക്കുക. അതിനുവേണ്ടി 22 പാർട്ടികളുടെ ഒരു വിശാലമായ സഖ്യമുണ്ടാക്കുന്നു. അതിൽ 14 പാർട്ടികൾക്ക് സീറ്റുകൾ കൊടുക്കുന്നു. വളരെ കൃത്യമായ പ്രവർത്തനം ഏകദേശം കുറച്ച് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. അങ്ങനെ വളരെ ചിട്ടയായ അർത്ഥത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഡി എം കെയെ സംബന്ധിച്ച്. അത് ഏറ്റവും ഒടുവിൽ DMDK എന്ന് പറയുന്ന വിജയകാന്തിൻ്റെ പാർട്ടിയെ കൂടി മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് അത്തരത്തിലുള്ള ഒരു വിശാലമായ മുന്നണി ഉണ്ടാക്കിക്കൊണ്ടാണ് എന്തായാലും ഈ പറഞ്ഞ MK സ്റ്റാലിൻ 2.0 എന്ന് പറയുന്ന ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അണ്ണാ ഡി എം കെ ആണെങ്കിൽ തിരിച്ചെത്താനുള്ള ഒരു വലിയ പോരാട്ടത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ 5 വർഷങ്ങളായി ഭരണത്തിലില്ല. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേതൃതലത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. BJPയുമായിട്ടുള്ള സഖ്യം ഇതെല്ലാം വലിയ ചർച്ചകളായി തന്നെ നിൽക്കുന്നു. DMDK ഒപ്പമുണ്ടായിരുന്ന DMK സഖ്യത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ വളരെ നിർണായകമാണ്. അണ്ണാ ഡി എം കെ BJPയെ സംബന്ധിച്ചൊക്കെ വലിയ നിർണായകം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ്.